നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇത് മിത്ര മാഡത്തിന് കൊടുക്കാൻ. കാണിക്കുന്നേ സർ, എനിക്ക് മിത്ര മാഡത്തിനോട് വൈരാഗ്യമൊന്നുമില്ല. ഒരാളൊരു ജ്യൂസ് ചോദിച്ചാ കൊടുക്കാതിരിക്കുന്ന മര്യാദയല്ല. ഞാനിത് കൊടുത്തിട്ട് വരാം. ഇതിനൊന്നും തിരുത്താൻ പറ്റില്ല വിവേകേ. എടാ, നന്ദിനിയുടെ ശീലങ്ങളിൽ നിന്ന് നന്ദിനിയെ മാറ്റുമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കാര്യങ്ങളെ പതിയെ പതിയെ ശരിയായി വരും. മിക്കവാറും മിത്ര നന്ദിനി എന്തെങ്കിലും പറയും. പറയട്ടെ. കാരണങ്ങളെ മിത്രം ഉണ്ടാക്കി തന്നാ ആഘോഷിക്കാൻ സൂര്യക്ക് അറിയാലോ. ജ്യൂസ്. നിന്റെ ഭർത്താവ് നിന്നോട് പറഞ്ഞോ നിന്റെ ഉച്ചിഷ്ടവും കാത്ത് ഞാനിവിടെ ഇരിക്കുന്നുണ്ടെന്ന്? ഞാൻ ഇവിടെ വന്നത് നിനക്കോ സൂര്യക്കോ ഇവിടെ ഉള്ളവർക്കോ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ പത്മേണ്ടി പറയുന്ന കാലത്തോളം ഞാൻ ഇവിടെ ഉണ്ടാവും. എനിക്കതൊന്നും അറിയണ്ട മാഡം. പിന്നെ നിനക്ക് എന്താ അറിയണ്ടേ? ഓ, അപ്പുറത്തെ മുറിയിൽ സൂര്യ ഇരിക്കേണ്ട ചെയറിൽ നിന്നെ കൊണ്ട് നിർത്തിയിട്ടുണ്ടല്ലോ. എന്തിനാ? മിത്രയേക്കാൾ ഒട്ടും താഴെയല്ല നീ എന്ന് ബോധ്യപ്പെടുത്താൻ. അതെങ്ങനെയാടി ഞാനും നീയും ഒപ്പത്തിനൊപ്പം ആവുന്നത്? വിശ്വനാഥന്റെ മകളെന്ന എന്റെ യോഗ്യതയുടെ 100-1 വേണ്ട, 1000-1 നിനക്കുണ്ടോ? നീ ആരാടി? നിന്റെ അച്ഛനിപ്പ എന്താ ജോലി? സെക്യൂരിറ്റി. ഈ കമ്പനിയിലേക്ക് ആളുകൾ വന്ന് കയറുമ്പോ അവരെ സല്യൂട്ട് അടിക്കുന്ന ജോലി ചെയ്യുന്ന ആളില്ലേ? അതേപോലെ വേറൊരിടത്ത് നിന്ന് സല്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ. ആ നിനക്ക് എന്നോട് മത്സരിച്ച് ജയിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഞാനൊരിക്കലും മാഡത്തിനോട് മത്സരിക്കണമെന്നോ ആഗ്രഹിച്ചിട്ടില്ല, ജയിക്കണമെന്നോ ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ എന്തിനാടി നീ ഇങ്ങനെ അവന്റെ ജീവിതത്തിൽ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നത്? എന്നോടും അവന്റെ അമ്മയോടും ഉള്ള പകയല്ലാതെ നിനക്ക് വേറെ എന്ത് പരിഗണനയാടി കിട്ടുന്നത്? ഒരു പെണ്ണെന്ന രീതിയിൽ നിന്നെ അവൻ കണ്ടിട്ടുണ്ടോ? നിന്നെ അവൻ ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഉത്തരവില്ല അല്ലേ? നിന്നെ പോലെ ഉള്ളവർക്ക് അതേ വിധിച്ചിട്ടുള്ളൂ. നീ അവന്റെ ഭാര്യയല്ലെന്നും ഭാര്യയായിട്ട് അഭിനയിക്കുകയാണെന്നും നിന്റെ അച്ഛനും വീട്ടുകാർക്കും ഭംഗിയായിട്ട് അറിയാം. എന്നിട്ടും എന്താടി അവരാരും പ്രതികരിക്കാത്തത്? കാരണം എപ്പോഴെങ്കിലും അവകാശത്തിന്റെ പേര് പറഞ്ഞ് ഈ കുടുംബത്തിൽ നിന്ന് നീ കൊണ്ടു ചെല്ലുന്ന സമ്പത്തിലാണ് അവരുടെ കണ്ണ്. വേറെ ഒരു അർത്ഥത്തിൽ പറഞ്ഞ കുടുംബം പുലർത്താൻ വേണ്ടി നിന്നെ വിറ്റവരാവരും. മതി മാഡം. മാഡം എന്നോട് നല്ല രീതിയിൽ പെരുമാറാൻ തുടങ്ങിയപ്പോ തിരിച്ച് ഞാനും അതുപോലെ പെരുമാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ സൂര്യ സാർ മാഡത്തിനെതിരായി സംസാരിക്കുമ്പോ അത് പാടില്ലെന്ന് ഞാൻ വിലക്കിയിട്ടുണ്ട്. എന്ന് കരുതി എന്റെ കുടുംബത്തിന് ഈ സംസാരത്തിൽ വലിച്ചഴക്കേണ്ട. മാഡം ഇപ്പൊ എന്താ പറഞ്ഞേ? സൂര്യ സാറിന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ചില്ലി കാശിന് വേണ്ടി എന്റെ കുടുംബം എന്നെ വിറ്റിരിക്കാന്ന് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ മാഡം. മാഡത്തിന്റെ കുടുംബത്തിന് നല്ല സമ്പത്തുണ്ട്, മാഡത്തിന്റെ അച്ഛന് നല്ല സ്വാധീനവും ഉണ്ട്. എന്നിട്ട് എന്തിനാ കല്യാണ പന്തലിൽ വെച്ച് സ്വന്തം മോളെ നിരസിച്ച ഒരാളുടെ പുറകെ മകളെ ഇങ്ങനെ കെട്ടഴിച്ചു വിട്ടിരിക്കുന്നത്? അതിന്റെ ലക്ഷ്യം എന്താ മാഡം? അപ്പൊ ലാഭത്തിന് വേണ്ടി മാഡത്തിനെ അവര് വിറ്റു എന്ന് പറഞ്ഞാലും മാഡത്തിന് എന്നൊന്നും പറയാൻ പറ്റില്ല. ഏയ്, സംസാരം അതിര് കടന്നാലുണ്ടല്ലോ. അതിര് കടന്ന ഞാനല്ല മാഡമാ. കരഞ്ഞും സഹിച്ചും എനിക്കൊരുപാട് പരിചയമുണ്ട്.
അപമാനിച്ചാലും പ്രതികരിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുമുണ്ട്. പക്ഷേ എന്റെ കുടുംബം, എന്റെ അച്ഛൻ, എന്റെ അനുജത്തിമാര്, ഇനി ഒരിക്കലും മാഡത്തിന്റെ വായിൽ നിന്നും അവരെ കുറിച്ചൊരു സംസാരം വന്ന നന്ദിനിയുടെ പ്രതികരണം ഇങ്ങനെ ആയിരിക്കില്ല. ആ മാഡത്തിന് ജ്യൂസ് വേണ്ടല്ലോ അല്ലേ?